കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്ടെയിൽ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായി മീഡിയം വലുപ്പത്തിലുള്ള 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയതിന് ശേഷം കുക്കറിൽ ഒരു വിസിൽ വരുന്ന സമയം വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നന്നായി സോഫ്റ്റായി കിട്ടുന്ന സമയം വരെ കുക്ക് ചെയ്തതിന് ശേഷം കഷ്ണങ്ങൾ ഞാനൊന്ന് തണുക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ തണുത്ത ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ ഞാനിപ്പോൾ മിക്സിയുടെ ഒരു വലിയ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പപ്പായയാണ്. നന്നായി പഴുത്ത പപ്പായ ആണ് എടുക്കുന്നത് നല്ലത്. അപ്പോൾ പപ്പായയുടെ കഷ്ണങ്ങൾ ഞാനിവിടെ 1 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. പാൽ ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. 500 ml പാലാണ് ഞാൻ എടുത്തിരുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 3 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വാനില ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടെ ചേർത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇത് കവർ ചെയ്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തീരെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. നമ്മൾ ഇതിലേക്ക് ഫ്രോസൺ മിൽക്ക് ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് നമ്മുടെ കോക്ടെയിൽ ഉണ്ടാവുക. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലേക്സും കുറച്ച് ആൽമണ്ടും അതുപോലെ തന്നെ ബ്ലാക്ക് റേസിൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ചേർക്കുന്ന സമയത്ത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് ചേർക്കാൻ പാടുള്ളൂ. പിന്നീട് 2 ഗ്ലാസ്സിനകത്തേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്തതിന് ശേഷം ഞാൻ ഈ കോക്ടെയിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് കോൺഫ്ലേക്സും അതുപോലെ തന്നെ ബ്ലാക്ക് റേസിൻസും കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ പൊമഗ്രനേറ്റും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്ടെയിലാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ണൂരിൽ വളരെ പ്രസിദ്ധമായ ഒരു കോക്ടെയിൽ റെസിപ്പി കൂടിയാണിത്. നമ്മൾ ഈ കോക്ടെയിൽ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ആ നട്ട്സും അതുപോലെ തന്നെ കോൺഫ്ലേക്സും എല്ലാം നല്ലൊരു ക്രഞ്ചി ഫീലിംഗ് ആണ് നമുക്ക് അനുഭവപ്പെടുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കോക്ടെയിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.